എന്റെ നാണചുരപട്ടണം നിലക്കശ്ശേരപട്ടണം ശ്രീരംഗപട്ടണം ചീരാളപട്ടണം ഗോവിന്ദപട്ടണം ഗോപാലപട്ടണം വെട്ടുപട്ടണം പുതുപ്പട്ടണം 72 മാണവരെ കാണും ചെയ്തു കോരേ എന്റെ വിടനാരനെയും പരമനായ പണ്ഡിത്രവും നാഗരമണ പരേശ്വരയും ശേഖരം കണ്ടു നോക്കുന്നു എന്റെ രുദ്രയാവണ്ടേ പരമേവരമുണ്ടേ ഒരേ എന്റെ രുദ്രയാവണ്ടേ ആ പ്രദേവത്തിന് വസിക്കം ചെയ്ത് ഞാൻ നിലനിന്ന് പോരുന്ന കാണത്തിലല്ലേ കോരേ നടന്നമാരെ അന്നേരത്ത് അവരെ വസ്തുവിശേഷിക്കുന്നത് എന്റെ മേലെടുത്ത് ചക്കിയമ്മയും കണ്ണച്ചാ നിർത്തമ്പുരാനും എന്താ വിശേഷിച്ചത് കോരെ കേൾപ്പിലായ കാട മുക്കത്തിയും മൂവർമണം കൊണ്ടും നല്ല വേഗയും കരിമ്പനക്കാടും ഇങ്ങനെ 4 ഊമ്പനമുണ്ടല്ലോ കാട മൂടിനോരി കൊത്തിയിട്ട് കാടുകൾ ഒരു മൂടിയിലുണ്ടല്ലോ നീ പോയി ഒന്ന് കൊത്തിയടക്കി കൊയിനാവത്തെ കാട്ടിത്തരണം എന്നുള്ള ഒരവസ്ഥ കൽപ്പിച്ചു എന്നോട് കൽപ്പനയാണല്ലോ എന്നല്ലേ അല്ലേ അന്ന് കൽപ്പിച്ചു കൃഷിയോജ്യമായിരിക്കുന്ന ഭൂമിയാക്കി തീർക്കുവാൻ കൽപ്പന ചെയ്തു എന്റെ കണ്ണച്ചാന്നൂർന്നപ്പുരം അല്ലേ അന്ന് പാരം ദുഃഖിച്ചു പോയി ഞാൻ പണിയെടുപ്പാനൊരു പണിയായുധമില്ലല്ലോ എനിക്ക് ആയുധമില്ലാതെ കൊടുത്തെടുക്കാൻ പറ്റുവാ സാറേ ആയുധമില്ലാതെ കൊടുത്തെടുക്കാൻ സാധിക്കോ ഉരിയാട്ടില്ലേ ഉത്തരവില്ലേ ശ്രദ്ധ കുറഞ്ഞു പോയാ ആയുധമില്ലാതെ കൊടുത്തെടുക്കാൻ സാധിക്കുവാണല്ലോ അന്ന് പാരം ദുഃഖിച്ചു പണിയായുധമില്ലാതെ അന്ന് 7 വാരം ഇരുമ്പും ഒരിക്കുമുണ്ട് എനക്കൊരു ഉങ്കത്തിയാണ് വെറുതെടുത്ത് വന്നു എന്റെ കണ്ണച്ചാന്ന് പറയാൻ സാറേ 7 ഭാരമുണ്ടോ 7 ഭാരമുണ്ടോ പരിശോധന ചെയ്യാൻ സാധിക്കൂല അല്ലേ എന്റെ പ്രതിഷ്ഠയോട് ചേർന്നിരിക്കുന്നയ മൂല്യമുള്ളൊരു ഫലം നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കോ സാറേ ഉത്തരവില്ലേ അന്ന് ഭാരം സന്തോഷിച്ചു ഞാൻ ആ 7 ഭാരമുണ്ട് ഈ ആയുധത്തിനും അതിന് തീവ്രമായിരിക്കുന്ന ബലവീര്യമുണ്ട് എന്ന ആയുധത്തിനുള്ള ബോധ്യമില്ലേ അന്ന് 7 ഭാരം ഒരുക്കൊണ്ട് എന്റെ കുറുങ്കത്തിയാൽ നോക്കൂ വളരെയധികം സന്തോഷിച്ചു കളൻ ഇനിയെന്താ വേണ്ടത് പ്രവൃത്തി എടുക്കണം ആയുധം കെട്ടിയാൽ അല്ലേ അന്നെന്റെ മേലെടുത്ത് എക്കുമണമായിരിക്കുന്ന പടിഞ്ഞാറ്റകൾ വെച്ചിന് ഒരു മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കും കണ്ട് മനസ്സ് വന്നു കൊതിച്ചു ഞാനല്ലേ അങ്ങനെ മേലെടുത്ത് എക്കുമണമായ പടിഞ്ഞാറ്റത്ത് മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കും എടുത്തുല്ലസിച്ചു ഒരു കുറ്റി കുടിച്ചു 2 കുറ്റി മാറാപ്പ് കെട്ടിനി അല്ലേ സാറേ ഇത്ര മുൻഭേദമായിക്കൊണ്ട് എന്റെ കത്തോർഭേദമായിക്കൊണ്ട് എന്നെ കൊണ്ടുകൂടുന്ന കാലത്ത് എന്റെ മക്കളെ കൊണ്ടുകൂടിയുണ്ടോ മുക്കിറ്റി കണ്ണുണ്ടോ ഒന്നാറാക്കണ്ടോ പറേ വേണ്ട മുക്കിറ്റി കള്ളുകൊണ്ടാദ്യം ഒരേ മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കില്ലേ ഒരേ തട്ടിൽ കാണിയാണോ ഇന്ന് വേണ്ട മണ്ണം കെട്ടിച്ചിരിക്കുന്ന വീര്യമുള്ളതാണോ അന്ന് ഒന്നാറാക്കാമല്ലേ മുക്കിറ്റിക്കള്ളും ഒന്നാറാക്കും എടുത്ത് അനുഭവിച്ചു 1 കുറ്റി കുടിച്ചിരി 2 കുറ്റി മാറാപ്പ് കേട്ടിനി മാറാപ്പ് കേട്ടാനുണ്ടാ എനിക്ക് ഇനി പ്രവൃത്തി എടുക്കാൻ തക്കവണ്ണം എത്രയും ബലവീര്യമായിട്ട് കൈയെടുക്കേണ്ടതുണ്ട് മാറാപ്പ് കേട്ടാനുണ്ടോ കർമ്മബന്ധത്തിലുള്ള മുടിയില്ലേ അല്ലേ ഒരേ എടുത്ത് അനുഭവിക്കണ്ട ഒന്നാറാക്കൂടി കേടാകളൻ മുക്കിറ്റി കള്ളും ഒന്നാറാക്കും മനസ്സ് വന്ന് 1 കുറ്റി കുടിച്ച് 1 കുറ്റി മാറാപ്പ് കെട്ടി ഊമ്പനത്തൊക്കെ എടുത്തു കളൻ ഊമ്പനെന്നാണ് ഞാൻ കുത്തിവയക്കി ഇട്ടു കേട്ടോ ഒരേ ഊമ്പനെന്നാലും കുത്തിവയക്കിട്ടു കഠിന പ്രയത്നം ചെയ്തു ബലവീര്യമായിരുന്നേ അന്ന് നാളെയടിക്ക് ഞാൻ ചുരിച്ചു വെച്ചു നാളെയടിക്ക് ഞാൻ തീയും കൊടുത്തു എന്തിനാണ് അഗ്നി കൊടുത്തിരി കൃഷിയോജ്യമായിരിക്കുന്ന ഭൂമിയാകെ മാറ്റേണ്ടതുണ്ട് വളം കൂട്ടേണ്ടതുണ്ട് അല്ലേ അത് തക്കവണ്ണം ഞാൻ അന്ന് നാളെയടിക്ക് ചുരിച്ചു വെച്ചു നാളെയടിക്ക് തീയും കൊടുത്തു അന്ന് അഗ്നിയും വായുവും കുപിച്ചൊരു കാലമായിരുന്നു ഞായറാഴ്ച നട്ടുചകരമായിരുന്നു അല്ലേ സാറേ ഞായറാഴ്ച നട്ടുചകരമായിരുന്നു അഗ്നിയും വായുവും കുപിച്ചൊരു കാലമായിരുന്നു ഞാൻ അറിഞ്ഞതില്ല അല്ലെ ഒരേ അഗ്നിയും വായും ഒരുപോലെ പ്രവഹിച്ചാൽ തടുക്കാൻ സാധിക്കുക ഒരേ അനസനെ
പഞ്ചഭൂതങ്ങളെ തടുക്കാൻ മനുഷ്യരാശി കൊണ്ട് സാധിക്കൂല അല്ലേ? സാധിക്കുക. എല്ലാ അഗ്നിജലം ഭൂമി വായു ആകാശം ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ പ്രകൃതി ശക്തിയായിരിക്കുന്ന ശക്തിയെ തടുക്കാൻ ഒരു മനുഷ്യബലം കൊണ്ട് സാധ്യമല്ലല്ലോ അല്ലേ? അന്ന് അകപ്പെട്ടു പോയി. അഗ്നിയും വായുവും കുപിച്ചൊരു കാലമായിരുന്നു പോലെ. വായുവിനനുസരിച്ച് അഗ്നി വളർന്നു പിടിച്ചു. കാട്ടുതീ വളരും പോലെ 4 ഭാഗവും വളർന്നു കയറി. എനിക്ക് എങ്ങാനും പോവാൻ ഒരു വഴി കാണുന്നില്ലല്ലോ കോരേ. എവിടേക്കാണ് ഞാൻ പോണ്ടത്? ഞാനൊന്ന് പ്രാണരക്ഷാർത്ഥം കാട്ടിലൂടെ പറക്കപ്പാനു. എന്റെ പ്രാണരക്ഷിക്കുവാൻ വേണ്ടി കാടുതോറും അല്ലേ വെള്ളധാരിക്ക് വിശീലൊക്കെ സഞ്ചരിച്ചു. അവിടെയുള്ള അഗ്നി കയറി ഓടാൻ തുടങ്ങി. അഗ്നി ഒഴുകിപ്പോയി. ഒരേ രക്ഷ നേടാൻ സാധിക്കുമായി. അന്ന് അകപ്പെട്ടു പോയി പോലെ. അന്ന് പ്രാണരക്ഷാർത്ഥം ഞാൻ പറക്കം വാങ്ങുന്ന കാലത്ത് കാണുന്നല്ലോ കാട്ടിൽ കരിനെല്ലി എന്ന മരം കണ്ടു ഞാൻ. അന്ന് കരിനെല്ലി മരത്തിന്റെ മുകളിലേക്ക് ഈ പ്രാണരക്ഷാർത്ഥം പാഞ്ഞു കയറി. അപ്പോഴുണ്ടല്ലോ പോലെ എന്നെക്കാളും പേടിച്ചും ഭയപ്പെട്ട് വിരിക്കുന്നു കാടിയിൽ നിന്നും കരിവേലിൽ നിന്നും 2 സർപ്പത്താന്മാര്. ഭയം കൊണ്ടെന്നെ മരണം കാത്തുകെട്ടി തന്നെയാണ് അവരും നിലകൊള്ളുന്നത്. ഒന്നും രക്ഷ നേടാൻ സാധിക്കൂല. കാട്ടുതീ പറഞ്ഞാലല്ലേ? അതുപോലെ തന്നെയല്ലേ ഇത് പറഞ്ഞത് അല്ലേ? അന്ന് രക്ഷയില്ലാതെ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നതായ കാടിയൊന്നും കരിവേലൊന്നും 2 സർപ്പത്താന്മാര് അവരെന്റെ ഇടമാർവിലും വലമാർവിലും കൊത്തി വിഷം ചരിഞ്ഞു. ഒരേ ഞങ്ങൾ ഒരു അഗ്നിയിൽ വീണു. അഗ്നി പ്രപഞ്ചമായി മാറി. ഒരേ ഒരേ കളസാനെ ഞങ്ങൾ 3 അഗ്നിയിൽ വീണു. 2 സർപ്പത്താന്മാരോട് കൂടി ഞാൻ അഗ്നിയിൽ വീണു. വിഷജ്വാലമേറ്റു. അഗ്നിയുമേറ്റ കാലത്ത് സത്യമായിരിക്കുന്നതിന് മരണം സംഭവിച്ചു. എന്റെ കളസാനെ സത്യമായൊരു മരണം സംഭവിച്ചു പോലെ. അന്ന് വെള്ളിവേട്ട വയനാട്ടിനായിക്കൊണ്ട് കത്തിക്കരിഞ്ഞു പോയി ഞാൻ. അന്ന് വെള്ളിവേട്ട വയനാട്ടിനായിക്കൊണ്ട് പോന്നു വരുന്നതിന്റെ ദൈവവയനാട്ടുള്ളവൻ. ഇഞ്ചിത്തരാൻ വരുവന, മഞ്ഞത്തരാൻ വരുവന, ചിത്തം വരുവന, ചേരൻ വരുവന, വലിയ മുള്ളടക്കൽ വരാനും ചെറിയ മുള്ളടക്കൽ വരാനും കത്തികൊത്തിയാമനെയും ഉലയാനുമാണ് ഗുണമായ ആടിക്കൊണ്ട് എന്റെ ഉമ്പരത്തോടെ പോന്നു വരുന്ന കാലത്ത് കാണുന്നല്ലോ പോലെ എന്റെ വിളിവും നിറവും കത്തിക്കരിഞ്ഞിരിക്കമായ എന്റെ ദേഹം കണ്ടു അല്ലേ? അന്ന് വില്ലിന്റെ വിൽക്കാനം കൊണ്ടൊന്ന് കുത്തിനോക്കി എന്റെ ദൈവം വയനാട്ടോടവൻ. വില്ലിന്റെ വിൽക്കാനോടൊന്ന് കുത്തിനോക്കി അന്ന് വില്ലിന്റെ വിൽക്കാൻ വിളിച്ചു. കരകയറി കണ്ടതുകൊണ്ട് കണ്ടനാട് വളരെ മരിക്കുമായ നാമത്തെ കൽപ്പിച്ചുവല്ലോ പോലെ. ആര് കണ്ടതുകൊണ്ട് പോലെ? ദൈവം വയനാട്ടോടവൻ കണ്ടതുകൊണ്ടും വില്ലിന്റെ സ്പർശാസുഖമേറ്റതുകൊണ്ടും മോക്ഷവും പ്രാപ്തിയും ദൈവീകമായിരിക്കുന്ന പരിവേഷവും ലഭിച്ചു. കേളന് അത്ര നാളും കടനായിരുന്നു ആ നിമിഷം വരെയും. പിന്നീടോ ദൈവമയനാടുകൾ കണ്ടതുകൊണ്ട് കണ്ടനാറുകളും ഒന്നരേക്കമായ നാമത്തെ കൽപ്പിച്ചു എനിക്ക് അഭിമാനമായി തന്നു. എന്റെ ദൈവമയനാടുകളെ എനിക്ക് അഭിമാനം ഒന്നരേക്കമായ ദേവകടാക്ഷം തന്നെ അല്ലേ? അകത്ത് പ്രതിഷ്ഠയുണ്ടല്ലോ പോലെ ആ ദൈവകടാക്ഷം സ്വീകരിച്ചു. അന്ന് ദൈവക്കരുമായ യോഗം വന്നു ഞാൻ. ദൈവക്കരുമായ യോഗം തന്നു. അന്ന് എന്റെ കോട്ടപ്പാട് കുഞ്ഞിക്കോരന്റെ വായുമനസിന്റെ നിലവന്നു. എന്റെ കോട്ടപ്പാട് കുഞ്ഞിക്കോരന്റെ കണ്ണീരാശി എന്റെ വാടകപ്പടി ഞാൻ ആധാരമായിട്ട് എന്റെ നിരിപ്പും പോലെ ഞാൻ വാങ്ങിത്തന്നെ വെയ്യേറ്റു. 1000 പോലെ അനവരിയെന്ന പ്രകാരം വലിയ സ്ഥാനത്തുമായിട്ട് എന്റെ ദൈവനാടുകൾ വിവാഹത്തന്നെ പിടിച്ചിരുത്തി. എന്റെ ദൈവനാടുകളുണ്ടായിട്ട് അല്ലേ ശ്രദ്ധമായിരിക്കുന്ന കർമ്മത്തിനാണ്. അതുപോലെ ഇന്നത്തെ ദിവസം ഇതിനകത്തോടുമായിക്കൊണ്ട് എന്റെ വെള്ളക്കകത്ത് എനക്ക് വേണ്ടി കർമ്മം ചെയ്തല്ലോ അല്ലേ? ഒരേ എന്റെ ദൈവനാടുകളും ജ്ഞാനം നിറനിരിക്കമായ പവിത്രമായ ഭൂമി നടസാറേ നാണക്ക് മുതൽക്ക് സമൂഹത്തിരിക്കമായ പൂർവികന്മാരിൽ പാനം വിളിക്കപ്പെട്ടിരിക്കമായ തറവാണ് പാരമ്പര്യം അല്ലേ? അതിലുപരികളായിക്കൊണ്ട് ദേശവാസികളായി പരദേവറ കുമ്പത്താൾ ചേർന്നിരിക്കുന്ന മഹാലക്ഷ്മി അമ്മ നിറഞ്ഞിരിക്കുന്ന 48 ഭൂമി അല്ലേ? പരദേവറ കുമ്പത്താൾ ചേർന്നിരിക്കുന്ന മഹാലക്ഷ്മി 4 പദഞ്ചേലവള് നിറനിരിക്കുന്ന ഭൂമിയല്ലേ? മഹാവൈഷ്ണവ ദേശമായിട്ട് ഉദിച്ചിരിക്കുന്ന ഒരു ശക്തി അരികള് വിഷ്ണുദേശം ഉണ്ടല്ലോ അല്ലേ? അല്ലേ? നിങ്ങളുടേതായിരിക്കും പവിത്ര ഭൂമികള് എന്നെ കൂടിക്കണ്ടു. ഇന്ന് നാടിനിടയ്ക്ക് തിരിച്ചു വെച്ചു. നാടിനിടയ്ക്ക് തീ കൊടുത്തു. അഗ്നിയിൽ അകപ്പെട്ടു. കണ്ടിട്ടില്ലേ? സന്തോഷം തന്നെയല്ലേ? എന്നോടുകൂടി എന്റെ മക്കൾ വന്നല്ലേ? അല്ലേ? എന്റെ കുഞ്ഞുങ്ങളോട് എന്നോടുകൂടി അന്ന് ഏകനായിട്ടാണ്
ഞാൻ അഗ്നിയിൽ അകപ്പെട്ടത് അല്ലേ? 2 സർപ്പത്താന്മാരെ കുടിയുണ്ടായിട്ട് മാനുഷബലമില്ല ഉണ്ടോ? ഇന്ന് നിങ്ങൾ എന്തിനു സ്വീകരിച്ചു? എന്തിനാ സ്വീകരിച്ചേ? എന്റെ ദൈവം അല്ലേ? പൂർവികന്മാർ വിട്ടുസുദ്ധരിക്കമായ എന്റെ ദൈവത്തെ ഇനി ഒരു നിലയിലും അഗ്നിയിലേക്ക് കർമ്മബന്ധം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാലം എന്റെ ദൈവത്തെ ഒറ്റക്ക് വിടൂല അല്ലേ? എന്റെ അരികത്ത് ചേർന്നുകൊണ്ട് എന്റെ മക്കള് എന്നോട് ചേർന്ന് മാറ്റം വന്നിരോ? അഗ്നി നട്ടിയാൽ മാടും അല്ലേ? എങ്കിലും കഠിനമായ മാറ്റം ദേഹത്തിന് വന്നിട്ടില്ലല്ലോ. അന്ന് ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യരാശിയിൽ ഭയപ്പെട്ട് മക്കളെ കണ്ടാൽ ഭയക്കും അല്ലേ? അല്ലേ? ചൂട് തട്ടിയാലേ അറിയില്ലേ അതിന്റെ കാഠിന്യം അല്ലേ? അറിഞ്ഞവനെ അറിയില്ലൂ, അറിയില്ലേ? അറിഞ്ഞവനെ അറിയില്ലൂ, അറിയാത്തവൻ അറിയുക ഇല്ല. ആയതുകൊണ്ട് ഇന്നത്തെ സംഹാരമായി കൂടിക്കൊണ്ടിരിക്കുന്ന അനുഭവം പോലെ പയാരും പരപ്പത്തി ഞാൻ വിഷേടിക്കുന്ന നേരല്ലല്ലോ ഇതല്ലേ? എന്റെ ദൈവം വേനാട്ടവരുവന്റെ ചൂട്ടും കണ്ണും നിറഞ്ഞ് കാണാനില്ലേ? ഞാൻ ഇരുളിൽ വന്ന് ഇരുളാണ് കൈയെടുക്കുന്നുണ്ടല്ലേ? സൂര്യൻ ഉദിച്ചുവാ, ഉദയ സൂര്യോദയം ചെയ്യുന്നതിന് മുമ്പ് പ്രകാശത്തിന്റെ അല്ലെ ഒളി കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഞാൻ അപ്രത്യക്ഷമാവണ്ടേ? വേണ്ടേ? ഇരുളിലും അഗ്നിയിലുമാണ് എന്റെ ഭംഗി അല്ലേ? അല്ലെ രാവന്മാരെ, ഇരുളിലും അഗ്നിയിലുമല്ല എന്റെ ഭംഗി. ഉദയസൂര്യൻ ഉദിച്ചാൽ എന്റെ ഭംഗിക്ക് കോട്ടം വരും അല്ലേ? ആയതുകൊണ്ട് ഇരുളിൽ വന്നിടാണ് പറയുന്നേ. കർമ്മബന്ധം പൂർത്തീകരിച്ചുകൊണ്ട് ആരോടത്തിന് തന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നാളേക്ക് കൊണ്ടമ്മ മൊഴി വിശേഷിച്ച് കിടങ്ങണ എന്റെ പ്രതിഷ്ഠയിലേക്ക് ഞാൻ ജയിക്കാല്ലേ? ഒരു മനുഷ്യരേഖത്തിന് ഇല്ലത്, മനുഷ്യരേഖത്തിന് നിലനിൽക്കുന്ന എന്തിനാണ്? കോലസ്വരൂപത്തിന് നിങ്ങൾ കാണുവാൻ തന്നെ നേത്രം കൊണ്ട് കാണണമെങ്കിലോ കോലസ്വരൂപത്തിനെ കൂടി കാണണം അല്ലേ? എങ്കിലേ ബാഹ്യനേത്രം കൊണ്ട് കാണാൻ അവിടെ ഇല്ലെങ്കിലോ സൂക്ഷ്മതയിലാണ്. ബാഹ്യനേത്രം കൊണ്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പൂർവികന്മാരിങ്ങനെ കെട്ടിസൂക്ഷിച്ചിരിക്കുന്ന കോലസ്വരൂപത്തിനുള്ളതായിരിക്കുന്ന ദൈവീക ഫലത്തിലേക്കല്ല, ഒരു മനുഷ്യഫലത്തിലേക്ക്, ആരാധാനത്തിലുള്ള ദേഹത്തിലേക്ക്, പഞ്ച ഇന്ദ്രങ്ങളടങ്ങിയ ദേഹത്തിലേക്ക്, കോലസ്വരൂപത്തിലേക്ക് വാഴുവാൻ തക്കവണ്ണം എന്നെ സൂക്ഷിച്ചത് അല്ലേ? അതുകൊണ്ട് കൂടിക്കണ്ട് ഒരു ദേഹത്തിനുമെങ്കിലോ ഒരു ദേഹത്തിനും എന്നെ തീവ്രമായി സഹിക്കാനും തുറക്കാനും സാധിക്കൂലേ? അതുകൊണ്ട് ഈ ദേഹം ത്യജിച്ചിട്ടും ഈ മനുഷ്യന്റെ ദേഹം ത്യജിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രതിഷ്ഠയിലേക്ക് നയിക്കണം. അനവധിയായ ആ ദേഹം പോലും നശിക്കും അല്ലേ? അതുകൊണ്ട് പായാറും കൊണ്ടല്ല ഒരേ കർമ്മബന്ധം പാലിച്ചു അല്ലേ? ഒരേ മൂർധാവ് നിരുന്നുണ്ട് പുഷ്പം എന്റെ അഗ്നിട്ടി വാണ്ടിയ പുഷ്പമല്ലാതെ മറ്റൊന്നുമില്ലേ എനക്ക് തരാൻ? എങ്കിലും അത്രയും ബലവീര്യമായിരിക്കുന്ന എന്റെ അഭിമാനിയും എന്റെ മക്കൾക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലേ? എന്റെ കരുണാനന്ദിരിക്കമായ അഭിമാനം പോലെ എന്റെ കർമ്മം അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന മഹാഭാഗ്യം അത്രയും സ്നേഹം കൊണ്ടാണല്ലോ എന്നെ സൂക്ഷിച്ചത് അല്ലേ? അങ്ങനെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബന്ധം, കർമ്മബന്ധം സൂക്ഷിക്കുവാൻ തക്കൊണ്ട് മനസ്സുടക്കി കൊതിച്ചിട്ടുണ്ടല്ലേ ഇത് സ്വീകരിച്ചത്? പ്രയത്നം തന്നെയാണ്. വ്രതശുദ്ധി അല്ലേ? ദേഹവും മനസ്സും നിറഞ്ഞാറ് കണ്ട് ഇന്നുവരെ സൂക്ഷിച്ചു ദൈവം തന്നെ. 101 മാറ്റശുദ്ധിയെല്ലാം ദേവശുദ്ധിയാവൃതകാലം കൊണ്ടുകൂട്ടിയത് പരമാർത്ഥം ദർശന പുണ്യം തന്നു, സ്പർശന സുഖമുണ്ടാക്കി, അടിയാങ്കുരി രക്ഷപ്പെട്ടവൻ, അഭിമാനമുള്ളവൻ, ദൈവം കണ്ട ആളുകളും പിടിച്ച കരുതൂല കേട്ടോ. അറിയിക്കാനുണ്ടോ? അറിയുന്ന കുരുടേ ഉള്ളൂ. ജീവിതത്തിനകത്ത് ജീവിതം ഒരു സാഗരമാണ്, ഒരു കടലാണ് ജീവിതം. ഊരിളക്കവും വേലിയേറ്റവും വേലിയിറക്കവും തിരമാലകളും ചുഴികളും അടങ്ങുന്ന സമുദ്രം അല്ലേ? അതിനകത്ത് ഊരിളക്കത്തിനും ഒന്നും അകപ്പെടുത്താതെ തിരമാലകൾ അകപ്പെട്ടു പോയാലും തിരമാലകൾ ഭേദിച്ചുകൊണ്ടെന്ന എന്റെ ദൈവം കരകയറ്റുമെന്നൊരു വിശ്വാസമുണ്ടല്ലോ. അനുഷ്ഠാനത്തിൽ പ്രധാന വിശ്വാസമാണ്. വിശ്വസിച്ചനുഷ്ഠിക്കുന്ന കാലത്തെ മൂല്യം ലഭിക്കുമല്ലോ. പണിക്കരെ ആ മൂല്യമൊട്ടും കുറയാതെ കണ്ട് സൂക്ഷിച്ചോ കേട്ടോ. കൂടെയുണ്ട് എന്താ പറയൂലേ കേട്ടുള്ളവര് സന്തോഷമായി കൂടി കണ്ടുവാ. ദർശന പുണ്യം തന്നില്ലേ? ഉദയാരംഭ കാലത്ത് സൂര്യ ഉദിക്കുന്നതിന് മുമ്പേ ഉദയം ചെയ്തിരിക്കുന്ന ആ ശക്തി എന്ന് ആരാധനയുടെ വാലിച്ചോളയെ കൊണ്ട് മഹത്തരമായിരിക്കുന്നൊരു ബന്ധം പൂർവീകതയെ ഞാൻ തന്നിട്ടുണ്ടല്ലോ. ആനക്കും കുതിരക്കും സമൂഹത്തോൻ ദൈവം തന്നെ ആ മനസ്സറിഞ്ഞിരിക്കുന്ന മുഖരി ഞാൻ നിർമ്മിച്ചു കൊടുത്തവുമായ പ്രാർത്ഥന ചെയ്തോ. ഞാൻ ഉപേക്ഷിക്കൂല കേട്ടോ. സന്തോഷമായി സമൃദ്ധി ഉണ്ടാകട്ടെ. മുൻകരം കൊണ്ട് പിടിച്ചു. പഞ്ചപൂരമായിരിക്കുന്ന ആത്രമാകുന്ന ക്ഷേത്രം ശുദ്ധമായിരിക്കുന്ന മനസ്സെന്ന വളങ്കു മാത്രത്തിനകത്ത് എന്റെ കടാക്ഷുണ്ടല്ലോ. ഭാവിച്ചിരിക്കുന്ന മനസ്സിനകത്ത് ഭാവനാൽ ഭാവസ്ഥിരനായിക്കൊണ്ട് അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ടങ്ങൾക്ക് നായകനായിക്കൊണ്ട് എന്റെ ദൈവം വയനാട്ടവരുടെ ഞാനും നിറഞ്ഞിരിക്കമായ പവിത്രമായ ഭൂമിയൊന്ന് എന്റെ വളരെ സ്ഥാനമായിട്ട് തിരവളച്ചിരിക്കുന്ന സത്യമായിരിക്കുന്ന ഹൃദയ തന്നെ കുറ്റിനകത്ത് സർപ്പാണ് ഞാൻ അല്ലേ? കുറ്റിനകത്ത് സർപ്പാണ് ദൈവം. അതുകൊണ്ട് കാണുമുട്ട് കളിയിട്ട് കാലം വയ്ക്കുന്നില്ലേ? ഉടമ്പൂണ്ടാ
കണ്ടുവാനാ എന്റെ കുടുംബല്ലേ എന്നെ കരുതി കുതിച്ചോലാ കുതിച്ച നേരത്തെ കൂടി കണ്ടുവാ മനസ്സറിഞ്ഞിരിക്കമായ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ആരാധിച്ചിരിക്കുന്ന നഗരി അടിയാങ്കു ചടിച്ചപ്പെട്ടവൻ അഭിമാന പുരുഷൻ ദൈവങ്ങളുടെ നാടുകൾ വന്നിരിക്കുന്ന വധിച്ചിരിക്കുന്ന മതയാന തന്നെ പിടിച്ചകരം ഉതിരിയില്ലേ പരീക്ഷണ ഘട്ടം എന്താ നിങ്ങള് പരീക്ഷണ ഘട്ടം കഴിഞ്ഞുവാ പരീക്ഷിച്ചു അല്ലേ ഉപേക്ഷിക്കൂടാണ് മക്കളെ ഇനിയും സംരക്ഷണം ചെയ്യാനുണ്ടത്രേ അങ്ങനെ കരുതി കൊതിച്ചിരിക്കുന്ന വഴി പോലെ എന്നാ പ്രാർത്ഥനയോടുകൂടി സ്വീകരിച്ചോണ്ടോ സ്വീകരിച്ച കാലത്ത് രക്ഷിച്ചിട്ടില്ലേ നിങ്ങളെ രക്ഷിച്ചിട്ടില്ലേ ഉപേക്ഷിക്കട്ടോ പിടിച്ചിരിക്കുന്നവൻ ഉദ്ധരിക്കണേ ആ നക്കവണ്ണം നാം രക്ഷിക്കുന്നു അടിയാൻ വിളിച്ചപ്പെട്ടവൻ അഭിമാനമുള്ളവൻ ദൈവം കണ്ട നാടുകൾ വന്നിരിക്കമായ അഭിക്ഷണിക്കമായ മതയാന തന്നെയാണ് ഞാനുള്ള കാലത്ത് എൻ്റെ മക്കൾക്ക് പരാജയം കൂടാതെ കണ്ട് വിജയപഥത്തിലേക്ക് സഞ്ചരിക്കേണ്ടതായ പ്രൗഢിയും ശക്തിയും എൻ്റെ അഭിമാനവും തന്നാ പോരെ അങ്ങനെയല്ലേ അങ്ങനെയല്ല അരികളല്ല ഒറ്റപ്പെടുത്തിയില്ല നഷ്ടപ്പെട്ടു പോവാതെ തന്നെ ഞാൻ കാത്തിരുന്നു എന്റെ ദൈവമേനാട്ട് അനുകൂലമുണ്ടായിക്കൊണ്ട് ദൈവകരമായി യോഗം വന്നവൻ ദൈവം തന്നെ കാത്തു രക്ഷിക്കുന്നു കേട്ടോ ശ്രദ്ധമായി സമൃദ്ധിയോടെ വെണ്ടുവെക്കുന്ന കുടുംബല്ലേ പരിരക്ഷയ്ക്കുന്ന അറിയാൻ ഇഷ്ടപ്പെട്ടവൻ ദൈവം കണ്ട നാൾ കളഞ്ഞു മനസ്സറിഞ്ഞിരിക്കുന്ന വഹരിയാ നിർമ്മിച്ചുകൊണ്ട് ഉത്തമമായിരിക്കുന്ന പ്രാർത്ഥനയുണ്ടാവുന്നു ഭാവിച്ച മനസ്സിന് കത്ത് ഭാവന അവസരവനായിക്കൊണ്ട് നിലകൊള്ളുന്നു കേട്ടോ ഒന്നും പ്രാർത്ഥനയില്ലേ ഇന്ന് കൂടിക്കണ്ടു അഗ്നി അലങ്കരിച്ചു ഞാൻ നാഞ്ചിടിക്ക് ജനിച്ചു വെച്ചു നാഞ്ചിടിക്ക് തീ കൊടുത്തു അഗ്നിയിൽ അകപ്പെട്ടു ദൈവകരമായ യോഗം വന്നിരിക്കുന്ന നേരത്ത് പിടിച്ചിരിക്കുന്നതും ബുധറൂരെ എന്റെ ഫലം നഷ്ടം കൂടാതെ കണ്ടെന്ന് കാക്കുന്നുണ്ട് കേട്ടോ സന്തോഷമായി കേൾപ്പിക്കാനുണ്ടോ ഇനി അറിയുന്നവരുടെ ഉള്ളൂ അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് ദൈവോന്നരിക്കമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ വരുന്നേ കാത്തു സംരക്ഷിക്കുന്നു മനസ്സറിഞ്ഞിരിക്കമായ ആത്മപ്രാപ്തിയോട് എത്തുന്നതെന്നോ ആരാധിച്ചിരിക്കുന്ന അവനാരുഷനായിരിക്കുന്ന എന്റെ ശക്തിയിലേക്ക് നിറഞ്ഞുകൊണ്ട് പാലിക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് സുഖംകളിയാവട്ടെ ഐശ്വര്യ പറയാനില്ലല്ലോ അറിയുന്നവർ തന്നെ ഒരു നിലയിൽ മാറ്റവും കൊടുവും മനസ്സിന് വന്നു ചേരാറുണ്ട് കേട്ടോ എനിക്ക് മനസ്സിന് ഞാൻ മുറി പറ്റിക്കൂലേ നാളെയൊക്കെ മുറിയെ കണ്ട് സന്തോഷിക്കേണ്ട പദം ദൈവം കൽപ്പിച്ചാൽ പോരെ ഉപേക്ഷിക്കൂല കേട്ടോ ശ്രേഷ്ഠമായിട്ടാവും അങ്ങനെ കൊണ്ടുപിടിച്ചു അടിയാൻ വിളിച്ചപ്പെട്ടോ ദൈവം കണ്ട നാളുകളും മനസ്സറിഞ്ഞിരിക്കുന്ന മകരിയാ നിർമ്മിച്ച്